ഇന്ന് സായിച്ചേട്ടനെ ഉണ്ടല്ലോ കൽച്ചേച്ചി, ഞാൻ ഒരു വർഷം മുന്നേ അല്ലേ നമ്മൾ ഇന്റർവ്യൂ ചെയ്തു. അന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല ഇദ്ദേഹം ഒരു പ്രൊഡ്യൂസറായിട്ട് എൻ്റെ മുന്നിൽ വരുമെന്ന്. ഭരതനാട്യത്തിന്റെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ ഒത്തുചേരുന്നത്. പുള്ളി ഫീൽഡിൽ വരുമ്പോഴേ പ്രൊഡ്യൂസർ ആവണമെന്ന് മനസ്സിൽ വിചാരിച്ചിരുന്നു. ശരിക്കും? അതെ അതെ, അതെനിക്കൊരു പുതിയ അറിവാണ്. ഫീൽഡിൽ വരുമ്പോഴേ വിചാരിച്ചിരുന്നു. ഫസ്റ്റ് പടം കഴിഞ്ഞപ്പോഴേ എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് എവിടെ ഇങ്ങനെ ഇരുന്നു. പിന്നെ ആൾക്കാരിങ്ങനെ ചോദിക്കുമല്ലോ, നടന്മാരൊക്കെ ഇപ്പം സംവിധാനം ചെയ്യുന്നുണ്ട്, എന്തുകൊണ്ട് സംവിധാനം ചെയ്തുകൂടാ. അപ്പം ഞാൻ അവരോടൊക്കെ സംവിധാനം എന്തായാലും നമുക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ അതിന് അത്യാവശ്യം ടാലന്റഡ് ആയിരിക്കണം. അത്രയും ടാലന്റ് ഒന്നും എനിക്ക് ഇല്ല, അത്രയും ക്രിയേറ്റീവ് അല്ല ഞാൻ, അത്രയും എനിക്ക് ഇല്ല. ഞാൻ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ് ഈ സംവിധാനം ചെയ്യൂലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ചെയ്യാൻ ഒരു സാധ്യതയില്ല. അതെ അതെ, പ്രൊഡക്ഷൻ ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അൾട്ടിമേറ്റ്ലി ഭരതനാട്യം എന്ന് പറഞ്ഞ പടം എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരു ചാൻസ് കിട്ടി. ഈ സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ അവസാനത്തെ ഡയലോഗ് ഇതാണ്, നമ്മളൊന്നും കാണാതെ ഇറങ്ങത്തില്ല എന്ന് സൈജുവേട്ടൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, സൈജു കുറുപ്പ് എന്ന നടൻ എന്ത് കണ്ടുകൊണ്ടാണ് ഭരതനാട്യം എന്ന സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചത്? സോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു 4-5 വർഷം മുമ്പാണ് ഞാൻ കുറച്ചുകൂടെ സീരിയസ്ലി ഇതിനെപ്പറ്റി ആലോചിച്ചത്. അന്ന് 2-3 ആൾക്കാർ പാർട്ട്ണർഷിപ്പിൽ നമുക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അപ്പം ഐ ഓൾസോ തോട്ട് ദാറ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷേ ആ സമയത്തൊന്നും എനിക്ക് അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് എനിക്ക് കിട്ടിയില്ല. ഇതായിരിക്കണം എൻ്റെ ഡെബ്യൂ പ്രൊഡക്ഷൻ എന്നുള്ളൊരു രീതിയിലുള്ളൊരു സബ്ജക്റ്റ് എനിക്ക് കിട്ടിയില്ല. സോ ഞാൻ ആക്ടിങ് തന്നെ കണ്ടിന്യൂ ചെയ്തു. പിന്നെ കഴിഞ്ഞ ജൂലൈ ഓഗസ്റ്റിലാണ് കൃഷ്ണദാസ് വന്നിട്ട് ഈ കഥ നറേറ്റ് ചെയ്യുന്നു. പിന്നെ സ്ക്രിപ്റ്റ് വായിച്ചു, ഇഷ്ടപ്പെട്ടു. തോമസ് ചേട്ടനെ യാദൃശ്യമായി ദുബായ് വെച്ച് കാണുന്നു. അദ്ദേഹം എന്നോട് ഏതൊക്കെ പുതിയ സബ്ജക്റ്റൊക്കെ കേട്ടെന്ന് ചോദിക്കുന്നു. അങ്ങനെ ഞാൻ 2 സബ്ജക്റ്റ് പറയുന്നു. അതിൻ്റെ അകത്ത് ഒന്ന് ഭരതനാട്യമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അത് ഭയങ്കര ഇമ്പ്രസീവായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കേൾക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ അദ്ദേഹം നെക്സ്റ്റ് മന്ത് തന്നെ ഇവിടെ കേരളത്തിലേക്ക് വന്ന് കൊച്ചിയിൽ വീണ്ടും നമ്മളെല്ലാവരും കൂടെ മീറ്റ് ചെയ്യുന്നു. കൃഷ്ണദാസ് നറേറ്റ് ചെയ്യുന്നു. അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കൈ കൊടുത്ത് അങ്ങനെ കൃഷ്ണദാസ് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പെട്ടെന്നൊരു തോട്ട് പോയത്. ഇത് ബിക്കോസ് കൃഷ്ണദാസ് നറേറ്റ് ചെയ്യുമ്പോൾ ഓരോ പ്രാവശ്യം ഭയങ്കര രസമാണ് കേൾക്കാൻ, ഭയങ്കര എൻ്റർടൈനിങ് ആണ് ഈ സിനിമ എന്ന് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഞാൻ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്തപ്പോഴത്തേക്കും ഇത് നമ്മുടെ ബഡ്ജറ്റിൽ നിൽക്കാൻ സാധ്യതയുള്ളൊരു പടമാണ്. പക്ഷേ അതും കൂടെ നോക്കണമല്ലോ നമ്മൾ. ബിക്കോസ് വെൻ വി ആർ പ്രൊഡ്യൂസർ അതും കൂടെ നോക്കണം. അപ്പോൾ എനിക്കൊരു ഐഡിയ ഉണ്ട്. ഇപ്പം ഞാൻ ലീഡ് റോൾ ചെയ്യുന്നൊരു പടത്തിൻ്റെ ബഡ്ജറ്റ് സച്ച് ആൻഡ് സച്ച് ആയിരിക്കണം, അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യാൻ പ്രയാസമാവും. സോ ഇത് അങ്ങനത്തെ ഒരു ബഡ്ജറ്റിൻ്റെ ഉള്ളിൽ നിൽക്കുന്നൊരു സിനിമയാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഉള്ളത് തോമസ് ചേട്ടൻ എന്നെ പാർട്ട്ണറായിട്ട് അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഞാൻ ചോദിച്ചു. അദ്ദേഹം ഉടനെ സ്പോണ്ടേനിയസ്ലി അദ്ദേഹം പറഞ്ഞു അത് നല്ലൊരു ഐഡിയ ആണ്, സോ വി വിൽ ഡു ഇറ്റ് ടുഗദർ എന്ന് പറഞ്ഞ് അങ്ങനെയാണ് നമ്മളിത് പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. കാരണം ഒരു സിനിമയ്ക്കില്ലേ ഏറ്റവും ആവശ്യമുള്ളത് നമുക്ക് വിശ്വസിക്കാവുന്ന, അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ഉറപ്പുള്ളൊരു പ്രൊഡ്യൂസർ തന്നെയാണ്.